ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും അടിപൊളിയായിട്ട് നമ്മുടെ ഫിസിക്സ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന കാര്യം എനിക്കറിയാം. സോ നിങ്ങളോട് എനിക്ക് ഒരേ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. മാത്സ് പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ചോദ്യ പേപ്പർ ആയിരുന്നില്ല പല കുട്ടികൾക്കും കാണേണ്ടിയിരുന്നത്. സോ അതിനാൽ തന്നെ അത്തരം ഒരു ചോദ്യ പേപ്പർ, അത്തരം ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ നിങ്ങൾ ഫിസിക്സിനും എക്സ്പെക്ട് ചെയ്യണം. വളരെ സ്പൂൺ ഫീഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആവണമെന്നില്ല നമ്മുടെ ഫിസിക്സ് പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അത് ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സ്ട്രോങ് ആക്കുക, കോൺസെപ്റ്റുകൾ സ്ട്രോങ് ആക്കുക. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ രീതിയിലുള്ള ലൈവുകളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തുവച്ചിട്ടുണ്ട്. സോ ഗംഭീരമായിട്ട് പഠിക്കുക. ഫിസിക്സ് എക്സാം നമ്മൾ തൂക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തൂക്കിയിരിക്കും മക്കളെ, ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. അതിന് സപ്പോർട്ടീവായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഓണപ്പരീക്ഷയിൽ എന്തായാലും വരാൻ സാധ്യതയുള്ള 100% ഒക്കെ നമുക്ക് ഉറപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ PYQസിൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തുവച്ചിരിക്കുന്നത്. സോ 35 മാർക്കൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. സോ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾ അതെങ്ങനെയാണ് ഈ വീഡിയോ കാണേണ്ടത് എന്ന മെത്തേഡ് കൂടി പറയാം. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾ സെൽഫായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഉറപ്പായിട്ടും ഇങ്ങനെയാണ് കാണേണ്ടത് എന്നതിന് ശേഷം അത് വീണ്ടും പ്ലേ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ വേണം ത്രൂ ഔട്ട് ഈ പറയുന്ന വീഡിയോ കാണാൻ. അല്ലാതെ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടുകൂടി കണ്ടു മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്വസ്റ്റ്യൻസ് അറിയാം എന്ന കാര്യം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ആ രീതിയിൽ വേണം കാണാൻ വേണ്ടിയിട്ട്. ലേറ്റ് ആക്കുന്നില്ല, കാര്യങ്ങളിലോട്ട് കിടക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവസാനം കമന്റ് ചെയ്യാനും നിങ്ങൾ ആരും മറന്നു പോരുത് മക്കളെ. സോ ഗൈസ്, വി ആർ ഗോണ സ്റ്റാർട്ട് ദ സെഗ്മെന്റ്. ആദ്യത്തെ ചാപ്റ്ററായി സൗണ്ട് വേവ്സ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റൻ ആണ്. ഇതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. 2 വേവ്സ് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നില്ലേ? കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ? വാടാ മക്കളെ. ഒന്നാമത്തെ ചോദ്യം, ദ ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷൻ ഓഫ് 2 വേവ്സ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 3.2 മീറ്റർ പെർ സെക്കൻഡ്. 2 വേവിന്റെയും സ്പീഡ് നമുക്ക് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന 2 തരംഗങ്ങളുടെ ഗ്രാഫാണ് നൽകിയിരിക്കുന്നത്. ഈ 2 വേവിന്റെയും സ്പീഡ് തുല്യമാണ്. അത് 3.2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നിങ്ങൾ മനസ്സിനകത്ത് ഉറപ്പിക്കേണ്ട കാര്യം. ഫൈൻ. അടുത്തത് നെക്സ്റ്റ് വൺ. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്? നമുക്കിവിടെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ടല്ലേ? എന്തൊക്കെയാണ് മക്കളെ നോക്കടാ? ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, പീരീഡ് കണ്ടുപിടിക്കണം, വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. സോ എന്തൊക്കെയാണ്? ഫ്രീക്വൻസി, ടൈം പീരീഡ്, വേവ് ലെങ്ത്. ഓരോന്നിന്റെയും ആവൃത്തി, പീരീഡ്, തരംഗദൈർഘ്യം എന്നിവ കണ്ടുപിടിക്കുക. ഇതെപ്പോഴും ഇതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഒരു വേവിന്റെ ചിത്രം നൽകിയിട്ട് അതിൽ നിന്ന് ഫ്രീക്വൻസി, അതുപോലെ തന്നെ ഈ വേവ് ലെങ്ത്, ടൈം പീരീഡ് ഒക്കെ കണ്ടുപിടിക്കാൻ പറയാം. ഇതിന് പുറമെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറയാം. സോ എന്ത് ചോദിച്ചാലും, ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും എന്റെ അനിയന്മാരും അനിയത്തിമാരും അട്ടിക്കണം. കട്ടക്ക് നിങ്ങൾ കൃത്യമായി കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കോ. എന്നിട്ട് നമുക്ക് ഓരോന്നിലോട്ടായിട്ട് കിടക്കാം. ശ്രദ്ധിക്കണം, ഞാനൊരു പുതിയൊരു പേജ് എടുക്കുന്നുണ്ട് കേട്ടോ. ടൈം പീരീഡ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുക. ബാക്കിയുള്ളതിനൊക്കെ ഒരു കാൽക്കുലേഷൻ വേണം, പക്ഷെ ടൈം പീരീഡിന് ഒരു കാൽക്കുലേഷനും വേണ്ട. നമുക്ക് ഈ ഒന്നാമത്തെ വേവിന് ഒരു പേര് കൊടുത്താലോ? ഒരു അന്തസ്സുള്ള പേര് കൊടുക്കാം അല്ലെ? ഇവന് ഞാൻ കൊടുക്കുന്ന പേരെന്ന് പറഞ്ഞാൽ എ ആണ് കേട്ടോ. രണ്ടാമത്തെ വേവിന് ഞാൻ കൊടുക്കുന്ന പേര് ബി ആണ് കേട്ടോ. ഈ പേരുകളൊക്കെ ഓർത്ത് വെച്ചോ. ഒന്നാമത്തെ വേവിന്റെ പേര് എ ആണ്, രണ്ടാമത്തെ വേവിന്റെ പേര് ബി ആണെന്ന് വിചാരിക്കുക. സോ എയുടെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം, സിമിലർ ബിയുടെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. റൈറ്റ്. ടൈം പീരീഡ് ആണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു വേവിന്റെ ഡയഗ്രാമിൽ നിന്ന്, ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന കാര്യം. എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ? ഒരു കംപ്ലീറ്റ് സൈക്കിളിന് എത്ര സമയമെടുക്കും എന്നതിനെയാണ് ടൈം പീരീഡ് പറയുക, ശരിയല്ലേ? ഒരു കംപ്ലീറ്റ് സൈക്കിളിന് എടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുക. ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഉണ്ടാവും, ശരിയല്ലേ? ഒരു ഉയർച്ചയും ഒരു താഴ്ചയും ഉണ്ടാവും. അതിന് എത്ര സമയം എടുക്കുന്നു എന്നതിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുക. സോ ഒന്നാമത്തെ വേവ് നോക്കിക്കേടാ മക്കളെ. ഒരു ഉയർച്ചയും ഒരു താഴ്ചയും, ഒരു ക്രസ്റ്റും ട്രഫും കഴിയാൻ എത്ര സമയം എടുത്തു? 8 സെക്കൻഡ് സമയം എടുത്തു, ശരിയല്ലേ? 8 സെക്കൻഡ് സമയം എടുത്തു. ഒരു ക്രസ്റ്റും ഒരു ട്രഫും, ഒരു ഉയർച്ചയും ഒരു താഴ്ചയിനെയാണ് നമ്മൾ 1 വേവ് എന്ന് പറയുക. സോ ഈ ഒരു വേവിന് എടുക്കുന്ന സമയം എത്രയാണ്? 8 സെക്കൻഡ് ആണ്. സോ എ എന്ന് പറയുന്ന വേവിന്റെ ടൈം പീരീഡ് എത്രയാണ്? 8 സെക്കൻഡ് ആണ്. എങ്കിൽ രണ്ടാമത്തെ വേവ് നിങ്ങളൊന്ന് നോക്കിക്കേടാ, എത്രയായിരിക്കും? അവിടെ നോക്കിക്കേ. ആ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ. അതിനെടുക്കുന്ന സമയം എത്രയാണ് മക്കളെ? അത് 1 സെക്കൻഡ് ആണ്. രണ്ടാമത്തെ വേവിന്റെ ടൈം പീരീഡ് 1 സെക്കൻഡ് ആണ്. ഒന്നാമത്തെ വേവിന്റെ ടൈം പീരീഡ് എത്രയാണ്? 8 സെക്കൻഡ് ആണ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു കംപ്ലീറ്റ് സൈക്കിളിന് എടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുക. സോ ഒന്നാമത്തത് അത് 8 സെക്കൻഡ് ആണ്, രണ്ടാമത്തത് അത് 1 സെക്കൻഡ് ആണ്. കാരണം ടൈമാണ് എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്, സമയമാണ് എക്സ് ആക്സിസിൽ നൽകിയിരിക്കുന്നത്. സോ ഉറപ്പായും ഇത് സെക്കൻഡ് തന്നെയാണ്. സോ 8 സെക്കൻഡ് ആണ് ഒന്നാമത്തതിന്റെ ടൈം പീരീഡ്, രണ്ടാമത്തതിന്റെ 1 സെക്കൻഡ് ആണ്. അത് ആദ്യം തന്നെ മനസ്സിലാക്കിയില്ലേ?
സോ എങ്കിൽ ശ്രദ്ധിച്ചോടാ മക്കളെ, നമ്മൾ എഴുതാൻ പോവുകയാണ്. എല്ലാവരും കൂടെ നിൽക്കണേ. കമോൺ ഗൈസ്. ടൈം പീരീഡ് ഓഫ് ദ ഫസ്റ്റ് വേവ്, സോ A ഈക്വൽ ടു 8 സെക്കൻഡ്. ടൈം പീരീഡ് ഓഫ് ദ സെക്കൻഡ് വേവ് B ഈക്വൽ ടു 1 സെക്കൻഡ്. സെക്കൻഡിൽ തന്നെ എഴുതണ്ട. പല കുട്ടികളും 8-1 എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. അങ്ങനെയല്ലടാ, സെക്കൻഡ് കൂടി നിങ്ങളവിടെ മെൻഷൻ ചെയ്യണം. കാരണം ഇത് സമയമല്ലടാ, ടൈം പീരീഡ് അല്ലടാ. ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ എടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുക. അത് 8 സെക്കൻഡും 1 സെക്കൻഡുമാണ്. അടുത്ത നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ, ഇതിന് കാൽക്കുലേഷൻ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് കണ്ടുപിടിച്ചത്. അടുത്ത നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിച്ചാലോ? വളരെ ലളിതമായി നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. എന്റെ കൂടെ നിൽക്കണേടാ, സിമ്പിൾ ആണ്. ഫ്രീക്വൻസിയുടെ ഫോർമുല അറിയാത്തവരിവിടെ ശ്രദ്ധിച്ചോ. ഫ്രീക്വൻസി ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ് ആണ്, അല്ലെങ്കിൽ ടൈം പീരീഡ് ഈക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി എന്നൊക്കെ പറയാം. ഇതാണ് ലളിതം. ഫ്രീക്വൻസി ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ദ ഫസ്റ്റ് വേവ് FA ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ് ഓഫ് ഫസ്റ്റ് വേവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ് ഓഫ് ഫസ്റ്റ് വേവ് എത്രയാണ്? 8. സോ 1/8 ഹെർട്സ്. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും, ഒരു ടെൻഷനും വേണ്ട. 1/8 ഹെർട്സ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫർദർ കാൽക്കുലേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല, എങ്കിലും സാധിക്കുന്നവർ മാത്രം ചെയ്യുക. ഓറൽസ് 1/8 ഹെർട്സ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. സാധിക്കുമെങ്കിൽ മാത്രം 1/8 എന്ന് പറഞ്ഞാൽ 0.125 ആണ് കേട്ടോ. 0.125 ആണ്. 0.125 ഹെർട്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. 1/8 ഹെർട്സ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കുറച്ചുകൂടിയൊക്കെ എനിക്ക് മാത്സിൽ ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അതിനെ ഡിവൈഡ് ചെയ്ത് ഹരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഞാൻ ഹരിച്ച അടപടലമാണെന്ന് തോന്നുകയാണെങ്കിൽ, എന്നെ പോലെയൊക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഹരിക്കാൻ നിൽക്കണ്ട. കാരണം ഫൈനൽ ആൻസർ മേ ബി തെറ്റിപ്പോവാ. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തതിന്റെ ഫ്രീക്വൻസി. രണ്ടാമത്തതിന്റെ ഫ്രീക്വൻസി വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ. ഇതേപോലെ തന്നെ 1 ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ഓഫ് സെക്കൻഡ് വേവ് വിച്ച് ഈസ് ഈക്വൽ ടു 1/1. 1/1 എത്രയാണ്? 1 ഹെർട്സ് അല്ലടാ, 1 ഹെർട്സ്. സോ അതും നമുക്ക് കിട്ടി. സോ ടൈം പീരീഡും കിട്ടി, ഫ്രീക്വൻസിയും കിട്ടി, പീരീഡും കിട്ടി, ആവൃത്തിയും നമുക്ക് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. ഇനി എന്താ മക്കളെ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അത് വളരെ എളുപ്പമാണ്. തരംഗദൈർഘ്യം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ വിചാരിക്കേണ്ട. അതിനണ്ണൻ കുറച്ച് ഫോർമുലാസ് പറയട്ടെ. പറയാം. ലാംഡ ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ F. ഇതൊരു ഫോർമുലയാണ്. ലാംഡ ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ F. ഇങ്ങനെ ഒരു ഫോർമുല വെച്ച് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സ്പീഡുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. ഇത് വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കറിയാം മറ്റൊരു കാര്യം, 1/f എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണെന്ന് അറിയാലോ. അതിനാൽ തന്നെ ലാംഡ ഈക്വൽ ടു V ഇൻറ്റു ടൈം പീരീഡ്. ഇങ്ങനെ 2 ഫോർമുലാസ് ആണ് വേവ് ലെങ്തിനുള്ളത്, തരംഗദൈർഘ്യത്തിനുള്ളത്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ V ഡിവൈഡഡ് ബൈ F എന്ന് പറഞ്ഞിട്ടും നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. സിമിലർ വേ സ്പീഡ് ഇൻറ്റു ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടും നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. ഇതെങ്ങനെ വന്നു എന്ന കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് 1 ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് ടൈമാണ്, അതുകൊണ്ടാണ് V ഇൻറ്റു ടി എന്ന് എഴുതുന്നത്. സോ ഇത് വളരെ ലളിതമാണ്. ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സെറ്റ് അല്ലേ? നമുക്ക് പ്രൊസീഡ് ചെയ്താലോ മക്കളെ? നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞുതരാവേ. സോ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എടുക്കാം. ഇതല്ലേ കുറച്ചുകൂടി ക്ലിഞ്ചൻ മെത്തേഡ്. സോ സെക്കൻഡ് വൺ ഞാൻ എടുക്കുവാണ്, സ്റ്റാർ ഇട്ട് വെച്ചത്. ലാംഡ ഈക്വൽ ടു, അപ്പൊ ഒന്നാമത്തതിന്റെ ലാംഡ A ഈക്വൽ ടു VA ഇൻറ്റു ടി. ഇങ്ങനെ എഴുതിയാലോ, VA ഇൻറ്റു ടി. ഇവിടെ ആക്ച്വലി VA എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം 2 വേവിനും ഒരേ സ്പീഡ് ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിനാൽ തന്നെ V ഇൻറ്റു ടി എന്ന് കൊടുത്താൽ മതി. കാര്യം മനസ്സിലായോ? 2നും ഒരേ സ്പീഡ് ആണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ VA ഇൻറ്റു ടി എന്ന് കൊടുക്കണമെന്നില്ല. 2നും ഒരേ സ്പീഡ് ആയതുകൊണ്ട് V എന്ന് മാത്രം കൊടുത്താൽ മതി. V ഇൻറ്റു ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ലാംഡ A ഈക്വൽ ടു V എത്രയാണ്? 3.2 എന്ന് അവർ ചോദ്യത്തിനകത്ത് പറയുന്നുണ്ട്. TA എത്രയാണ്? TA എന്ന് പറഞ്ഞാൽ 8 ആണ്. ശരിയല്ലേ? 8 ആണ്. ശരിയല്ലേ? സോ 3.2 ഇൻറ്റു 8. ഡെസിമൽ പോയിന്റ് ഒക്കെ വരുമ്പോൾ എനിക്ക് പൊതുവെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഡെസിമൽ പോയിന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ കിട്ടത്തേ ഇല്ല. സോ നിങ്ങൾ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുക. 32 ഇൻറ്റു 8 ചെയ്യുക. 32 ഇൻറ്റു 8 ചെയ്യുക. 256 ആണ് വരിക. സോ ഒരു സ്ഥാനം തള്ളി കുത്തിട്ടാൽ മതി. സോ 256 ഒരു സ്ഥാനം തള്ളി കുത്തിട്ട് എത്രയാടാ? 25.6. വേവ് ലെങ്ത് ആയതുകൊണ്ട് യൂണിറ്റ് മീറ്ററിൽ തന്നെ എഴുതണം കേട്ടോ, മീറ്റർ. സോ ഒന്നാമത്തതിന്റെ വേവ് ലെങ്ത് കിട്ടി, ലാംഡ A. സിമിലർ വേ ലാംഡ B കണ്ടുപിടിക്കാം. ലാംഡ B ഈക്വൽ ടു V ഇൻറ്റു TB ആണ്. V എത്രയാണ്? ഒരു മാറ്റവും ഇല്ല, 3.2 തന്നെയാണ്. TB എത്രയാടാ? 1 സെക്കൻഡ് അല്ലേ മക്കളെ? 1 സെക്കൻഡ് ആണ്. സോ 3.2 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 3.2 മീറ്റർ. സോ ലാംഡ B ഈക്വൽ ടു എത്ര കിട്ടി? 3.2 മീറ്റർ. കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? വലിയ കണക്കുകൾക്കപ്പുറം എങ്ങനെയാണ് ഒരു വേവിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ഒരു വേവിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്ന കാര്യമൊക്കെ കൃത്യമായിട്ട് എന്റെ മക്കൾക്ക് മനസ്സിലായില്ലടാ. ഒരു തരി സംശയമില്ലാലോ, അന്തസ്സായിട്ട് മനസ്സിലായില്ല. ഓൾ സെറ്റ്, ഹാപ്പി. ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ അതും വളരെ എളുപ്പമാണ് കേട്ടോ. ഈ ഉയരത്തിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. അതും സിമ്പിൾ ആയി കണ്ടുപിടിക്കാം. ഓക്കെ.
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതാണ് 10 എണ്ണത്തിലെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി 10 എണ്ണത്തിലെ രണ്ടാമത്തെ ചോദ്യവും ഞാൻ ഈ ചാപ്റ്ററും തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഈ ചാപ്റ്റർ ഞാനല്ല പഠിപ്പിക്കുന്നത്, എങ്കിൽ പോലും കുറച്ച് സെലക്റ്റീവായ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം, ഇത് രണ്ടാമത്തെ ചോദ്യം. ഇതിന്റെ മലയാളവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്കൊന്ന് ഇംഗ്ലീഷ് വായിച്ചു നോക്കിയാലോ? നമുക്കൊന്ന് ഇംഗ്ലീഷ് വളരെ ലളിതമായി വായിച്ചു നോക്കാം കേട്ടോ. It is found that the wavelength of the sound traveling through a speed 350 meter per second is 70 meter. അതായത് ഒരു വേവ് ഉണ്ട് കേട്ടോ, ഒരു തരംഗമുണ്ട്. ആ തരംഗം 350 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതിന്റെ വേവ് ലെങ്ത് എത്രയാണ്? അതിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 750 മീറ്റർ ആണ്. 350 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വേവിന്റെ വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 70 മീറ്റർ ആണ്. മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്. 350 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വായുവിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ തരംഗ ദൈർഘ്യം 70 മീറ്റർ ആണ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. Can this sound be heard by humans? Validate. ഈ പറയുന്ന സൗണ്ട് നമുക്ക് മനുഷ്യന്മാർക്ക് കേൾക്കാൻ സാധിക്കുന്നതാണോ? മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുമോ? സാധൂകരിക്കുക. ഈ സൗണ്ട് മനുഷ്യന് കേൾക്കാൻ സാധിക്കുമോ? മക്കളെ, ഒരു സൗണ്ട് നമുക്ക് മനുഷ്യന് കേൾക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്, എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ഏത് പാരാമീറ്റർ ഓറിയന്റഡ് ആയിട്ടാണ്? ഒരു വേവിന്റെ ഏത് പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിലാണ് അത് നമുക്ക് കേൾക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്? അതിന്റെ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലാണ്, ശരിയല്ലേ? ആ സൗണ്ടിന്റെ ആവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് അത് മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ശരിയല്ലേ? സോ നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കിവിടെ ആ സൗണ്ടിന്റെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്, ആവൃത്തിയാണ് കണ്ടുപിടിക്കേണ്ടത്. റെഡ്, നമുക്ക് നോക്കിയാലോ? നമുക്ക് ഫ്രീക്വൻസി ആദ്യം കണ്ടുപിടിക്കാം കേട്ടോ. ശ്രദ്ധിക്കണടാ. സോ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആ ഫോർമുലയൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു വി ബൈ എഫ് എന്ന് പറയുന്ന ഫോർമുല ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? ലാംഡ ഈക്വൽ ടു വി ബൈ എഫ്, അതായത് ലാംഡ ഈക്വൽ ടു വി ഇൻറ്റു ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചു. സോ ലാംഡ ഈക്വൽ ടു വി ബൈ എഫ് ആണ്. സോ ഫ്രീക്വൻസി ഈക്വൽ എന്ത് എഴുതാം? വി ബൈ ലാംഡ എന്ന് എഴുതാം. ഫ്രീക്വൻസി ഈക്വൽ ടു വി ബൈ ലാംഡ എന്ന് എഴുതാലോ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാലോടാ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. റീഅറേഞ്ച് ചെയ്തിരിക്കുവാണ്. ശ്രദ്ധിക്കണം മക്കളെ, ഇവിടെ സ്പീഡ് എത്രയാണ്? എല്ലാവരും നോക്കിക്കേ, സ്പീഡ് എത്രയാണെന്ന് അവർ പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 350 ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് എത്രയാണ്? തരംഗ ദൈർഘ്യം 70 മീറ്റർ ആണ്. സോ 350 ബൈ 70 വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ എളുപ്പ വഴി 0 കട്ട് ചെയ്തു, 7 5 35, അപ്പൊ 5 യൂണിറ്റ് എന്താണ്? ഫ്രീക്വൻസി ആയതുകൊണ്ട് 5 ഹെർട്സ് എന്ന് കിട്ടി. സോ ഫ്രീക്വൻസി എത്രയാണ്? 5 ഹെർട്സ്. ഈ സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 5 ഹെർട്സ് ആണ്. മക്കളെ നിങ്ങൾ പറയടാ, 5 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു സൗണ്ട് നമുക്ക് ഓഡിബിൾ ആണോ? നമ്മുടെ ചെവിക്ക് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിന്റെ റേഞ്ച് എത്രയാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിന്റെ റേഞ്ച് എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക, ശരിയല്ലേ? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. അതായത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്, ആ രീതിയിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ കിലോ ഹെർട്സിൽ തന്നെ വെച്ചോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സിനിടയിലാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഇവിടെയുള്ളത് 5 ഹെർട്സ് ആണ്. 5 ഹെർട്സ് നമുക്ക് കേൾക്കുക? ഒരിക്കലും കേൾക്കില്ല, ശരിയല്ലേ? കാരണം ഇതിനേക്കാളും കുറവാണ് ഈ സൗണ്ടിന്റെ ഫ്രീക്വൻസി. സോ നോട്ട് ഓഡിബിൾ, നോട്ട് ഓഡിബിൾ. നമുക്ക് എന്തെയില്ല, നമുക്ക് കേൾക്കില്ല. കാരണം 20-ന് മുകളിലുള്ളത് മാത്രമേ നമുക്ക് കേൾക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 5 ഹെർട്സ് ആണ്. അത് നമുക്ക് ഓഡിബിൾ അല്ല, അത് നമുക്ക് കേൾക്കുന്ന ഫ്രീക്വൻസി അല്ല, വിച്ച് ഈസ് നോട്ട് ഓഡിബിൾ ഫോർ us. നമുക്കത് കേൾക്കുന്നതല്ല എന്ന കാര്യം തിരിച്ചറിയുക. ഓക്കെ, അതിന്റെ കാരണവും ഞാൻ ബോധിപ്പിച്ചു. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് സൗണ്ട് ഈസ് നോൺ ആസ്? ഇത് ഏതു തരം സൗണ്ടാണ്? 20 ഹെർട്സിനേക്കാളും കുറവുള്ള സൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? എല്ലാവരും കമന്റ് ചെയ്തേ. 20 ഹെർട്സിനേക്കാളും കുറവുള്ള സൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? യെസ്, ഇവരെ വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് എന്നാണ് വിളിക്കുക കേട്ടോ. ഇൻഫ്രാസോണിക്, ഇൻഫ്രാസോണിക് സൗണ്ട്. 20 ഹെർട്സിനേക്കാളും കുറവുള്ള സൗണ്ടിനെ വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് എന്നാണ്. മലയാളത്തിലും അത് തന്നെയാണ് കേട്ടോ, ഇൻഫ്രാസോണിക് എന്നാണ് നമ്മൾ അവനെ വിളിക്കുന്ന പേര്. അടുത്ത, വാട്ട് ഈസ് ദ ഓഡിബിൾ റേഞ്ച് ഓഫ് സൗണ്ട് ദാറ്റ് എ ഹ്യൂമൻസ് ക്യാൻ ഹിയർ? മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിന്റെ റേഞ്ച് എത്രയാണ്? ഞാനിവിടെ പറഞ്ഞു 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുന്നത് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. അവിടെ നിൽക്കട്ടെ. അടുത്ത, വാട്ട് ആർ ദ നെയിം ഓഫ് സൗണ്ട് വിത്ത് ദ ഫ്രീക്വൻസി ഹയർ ദാൻ ഓഡിബിൾ റേഞ്ച്? 20 കിലോ ഹെർട്സിനേക്കാളും കൂടുതലുള്ള സൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? 20 ഹെർട്സിനേക്കാളും കുറവുള്ളതിനെ
നമ്മൾ എന്താ വിളിക്കുക? ഇൻഫ്രാസോണിക് എന്നാണ് വിളിക്കുക. 20 കിലോ ഹെർട്സിനേക്കാളും കൂടുതൽ ഉള്ള സൗണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അൾട്രാസോണിക് എന്നാണ് വിളിക്കുക. എന്താണ് മക്കളെ? അൾട്രാസോണിക്. എല്ലാവരും പഠിക്കണേ. അൾട്രാസോണിക്. അവനെ വിളിക്കുന്ന പേര് അൾട്രാസോണിക് സൗണ്ട് എന്നാണ് പറയുക കേട്ടോ. ഇത് കൃത്യമായി മനസ്സിലാക്കണം, എല്ലാവരും പഠിക്കുക. മലയാളത്തിലും വളരെ സിമ്പിൾ ആണ്. ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുമില്ല, കാരണം ആവൃത്തി 5 ഹെർട്സ് ആണ്, അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ഈ ശബ്ദം എങ്ങനെ അറിയപ്പെടുന്നു? അവനെ വിളിക്കുന്ന പേര് ഞാൻ ഇവിടെ പറഞ്ഞു, എന്താണ്? ഇൻഫ്രാസോണിക് എന്നാണ് അവനെ വിളിക്കുന്ന പേര്. അടുത്തത്, മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുന്ന ശ്രവണ ശ്രേണി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. 20 കിലോ ഹെർട്സിനേക്കാളും കൂടുതലുള്ള ശബ്ദത്തിനെ വിളിക്കുന്നവർ അൾട്രാസോണിക് എന്നാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഞാൻ ഇവിടെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓരോ അനിമൽസിന്റെ കേസിലൊക്കെ പറയും, ബാറ്റിന് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എങ്ങനെയാണ്, ഡോൾഫിന്, ആന തുടങ്ങിയവയ്ക്ക് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ട് എത്രയാണ് എന്ന കാര്യമൊക്കെ നമ്മുടെ JK സാർ നിങ്ങളെ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി തന്നെ അപ്രോച്ച് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ഭൂകമ്പം, അങ്ങനെ കുറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളും കൃത്യമായി തന്നെ എല്ലാവരും പഠിച്ചു വെക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് റൈറ്റ്. അടുത്തതിലൂടെ ഇറങ്ങാലോ. നെക്സ്റ്റ് വൺ. ഇനി നമ്മുടെ ചാപ്റ്റേഴ്സിലോട്ട് വന്നിരിക്കുന്നു, ലെൻസസിലോട്ട് വന്നിരിക്കുന്നു. ലെൻസസിൽ നിന്ന് ഞാൻ 4 ചോദ്യങ്ങളും ലാസ്റ്റ് ചാപ്റ്ററിന് 2 ചോദ്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് മേ ബി അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും, എങ്കിലും ഇത്തരം ചോദ്യങ്ങൾ ഞാൻ വീണ്ടും 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 ആവർത്തിക്കാനുള്ള കാരണം ഇത് പഠിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഇതിന് കൂടുതൽ ശ്രദ്ധ കൽപ്പിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. An object is placed at a distance of 15 centimeter from a convex lens. ഒരു കോൺവെക്സ് ലെൻസിൽ നിന്ന് 15 സെന്റിമീറ്റർ അകലെയായിട്ട് നമ്മൾ ഒരു വസ്തു വെച്ചിട്ടുണ്ട്. ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞ 20 സെന്റിമീറ്റർ ആണ്. ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞ 20 സെന്റിമീറ്റർ ആണ്. ശ്രദ്ധിക്കുക, 15 സെന്റിമീറ്റർ അകലെയാണ് നമ്മൾ വസ്തു വെച്ചിരിക്കുന്നത്. ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. എങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാവോടാ. അവിടെ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ, ഇമേജിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാവൂ. വളരെ ലളിതമാണ്. ഒരു കോൺവെക്സ് ലെൻസ് ആണെന്ന് അവർ എടുത്തു പറയുന്നു. ആ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ദൂരം എത്രയാണ്? ഫോക്കൽ ദൂരം എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ. അത് ഉറപ്പായും പോസിറ്റീവ് ആയിരിക്കും, കാരണം കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണ് എന്ന കാര്യം സൈൻ കൺവെൻഷനിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ദൂരം എത്രയാണ്? 15 സെന്റിമീറ്റർ അകലെയാണ്. സോ -15 സെന്റിമീറ്റർ. എന്തു മനസ്സിലാക്കാൻ സാധിക്കും? ഫോക്കൽ ദൂരത്തിനേക്കാളും കുറവ് ദൂരത്തിലാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് വിച്ച് ഈസ് സ്മോളർ ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ക്ലിയർ അല്ലേ? ഫോക്കൽ ലെങ്തിനേക്കാളും കുറഞ്ഞ ദൂരത്തിലാണ് വസ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എവിടെയാണ് മക്കളെ വെച്ചിട്ടുണ്ടാവുക? ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെന്റർ. വസ്തു വെച്ചിരിക്കുന്ന ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ്. എങ്കിൽ ആ പറയുന്ന ഇമേജിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഊഹിക്കാലോ. എങ്ങനെയുള്ള ഇമേജ് ആണ്? ഒരു കോൺവെക്സ് ലെൻസിൽ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, അത് വെർച്വൽ ഇമേജ് ആണ്, അത് ഇറക്റ്റ് ഇമേജ് ആണ്, അത് ലാർജ് ഇമേജ് ആണ് എന്ന കാര്യം നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതിന്റെ ഇമേജ് ഫോർമേഷൻ ഇതുപോലെയാണ്. വരച്ചു വരച്ചു വരച്ച് നിങ്ങളെ പഠിപ്പിച്ചതാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് റൈറ്റ്. പഠിക്കേണ്ടതാണ് മക്കളെ. ഇമേജിന്റെ ഫീച്ചേഴ്സ് കൂടി നിങ്ങൾക്കറിയാം. വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ലാർജ് ആണ്, സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ അതേ വശത്താണ് പ്രതിബിംബം ഉണ്ടായിരിക്കുന്നത്. മിഥ്യയാണ്, നിവർന്നതാണ്, വലുതാണ്. വസ്തുവിന്റെ അതേ സ്ഥലത്താണ് പ്രതിബിംബം ഉണ്ടായിരിക്കുന്നത്. പഠിച്ചു വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിക്കേണ്ടതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നത് വളരെ ലളിതമായ ചോദ്യമാണ്, പക്ഷെ പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യമായ ചോദ്യമാണ്, പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. At what distance from the convex lens should an object be placed to get the same size of the object on the screen? അതായത് ഒരു കോൺവെക്സ് ലെൻസിൽ നമ്മൾ എവിടെ വസ്തു വയ്ക്കുമ്പോഴാണ് വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ള ഒരു പ്രതിബിംബം നമുക്ക് സ്ക്രീനിൽ ലഭിക്കുക എന്നാണ് ചോദ്യം. വളരെ ലളിതമായ ചോദ്യമാണ്. സെയിം സൈസ് ഉള്ള ഇമേജ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട. ഒരേ വലുപ്പമുള്ള പ്രതിബിംബമാണ് നമുക്ക് ലഭിക്കേണ്ടതെങ്കിൽ നിങ്ങൾ മറ്റൊന്നിനെ പറ്റിയും ബോധർ ചെയ്യേണ്ട. ഒബ്ജക്റ്റ് വെക്കേണ്ടത് എവിടെയാണ്? 2F-ലാണ്. ഇമേജ് ഉണ്ടാവുന്നതും എവിടെയാണ്? 2F-ൽ തന്നെയാണ്. ആ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് സെയിം സൈസ് ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഒരേ ദൂരത്തിലുമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. 2F-ൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഉണ്ടാവുന്നതും 2F-ലാണ്, പ്രതിബിംബം ഉണ്ടാവുന്നതും 2F-ലാണ്, ഒരേ വലുപ്പമാണ്, സെയിം സൈസ് ആണ്, റിയൽ ആണ്, യഥാർത്ഥമാണ്, ഇൻവേർട്ടഡ് ആണ്, തലകീഴായിട്ടുള്ളതാണ്. ക്ലിയർ അല്ലേ? നമുക്ക് അറിയുന്നതല്ലേ മക്കളെ? ആ ഇമേജ് ഫോർമേഷൻ നമ്മൾ പഠിച്ചതല്ലേ? ഇതുപോലെ 2F-ൽ വെക്കുമ്പോഴുള്ള പ്രതിബിംബ രൂപീകരണം അന്തസ്സായി നമ്മൾ പഠിച്ചതാണ്, പഠിച്ചു മനസ്സിലാക്കിയതാണ്. എന്റെ മക്കൾ തിരിച്ചറിയണടാ.
ഓക്കെ ഫൈൻ, ആ ഇമേജിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇത് വരയ്ക്കാനൊക്കെ പഠിക്കണം, ഫീച്ചേഴ്സ് എഴുതാനൊക്കെ പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു. ഇതുപോലൊരു ചിത്രം 100% നിങ്ങളുടെ ചോദ്യ പേപ്പർ ഉണ്ടാവും. ഇവിടെ ഞാൻ F-നും 2F-നും ഇടയിലാണ് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ അവരെവിടെ നൽകാം, ചിലപ്പോൾ 2F-ന് പുറകിൽ നൽകാം. എവിടെ നൽകിയാലും ഇതുപോലൊരു ചിത്രം എന്റെ അനിയന്മാരും അനിയത്തിമാരും പഠിക്കണം. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. അത്ര തന്നെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. 2F-നും F-നും ഇടയിൽ വെച്ചാൽ ഇമേജ് എവിടെയാണ്? ഒന്നാമത്തെ റേ പോകുന്നത് സമാന്തരമായത് ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. രണ്ടാമത്തെ പ്രകാശരശ്മി പോകുന്നത് നേരെ പോളിലൂടെയാണ്. റൈറ്റ്, അവൻ നേരെ കടന്നു പോകുന്നത് എങ്ങനെയാണ് മക്കളെ? പോളിലൂടെയാണ് കടന്നു പോകുന്നത്. കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ട്. അവൻ കടന്നു പോകുന്നത് നേരെ പോളിലൂടെയാണ് കടന്നു പോകുന്നത്, തർക്കമില്ല. ഫൈൻ. പോൾ അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ എന്നാണ് ഇവിടെ വിളിക്കുക. പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിലാണ് ഇവൻ പോൾ എന്ന് കൊടുക്കുക, ഓൾസ് ഒപ്റ്റിക് സെന്റർ എന്ന് വിളിക്കാം. ഒപ്റ്റിക് സെന്റർ, പ്രകാശിക കേന്ദ്രം എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. ഇവ രണ്ട് പ്രകാശരശ്മികൾ എവിടെയാണ് മക്കളെ കൂട്ടിമുട്ടുന്നത്? ഈ ഒരു പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത്. സോ അവിടെ പ്രതിബിംബം ഉണ്ടാവുന്നതും അവിടെ തന്നെയല്ലേ, നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നതും അവിടെ തന്നെയല്ലേ? യെസ്, തീർച്ചയായും ഇവിടെയാണ് നമ്മുടെ പ്രതിബിംബ രൂപീകരണം നടക്കുക. ഇതാണ് നമ്മുടെ ഇമേജ്. ദിസ് വിൽ ബി അവർ ഇമേജ്. ഇമേജിന്റെ പ്രത്യേകത എന്താണ്? ഒബ്ജക്റ്റിനേക്കാളും വലിയ പ്രതിബിംബമാണ്, ശരിയല്ലേ? അതുപോലെ തന്നെ വലതുവശത്തുണ്ടാവുമ്പോൾ അത് എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും മക്കളെ? ഒരു തർക്കവും വേണ്ട, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ലാർജ് ഇമേജ് ആണ്. യഥാർത്ഥ പ്രതിബിംബമാണ്, തലകീഴായിട്ടുള്ള പ്രതിബിംബമാണ്, വലുതാണ്. അത് ഉണ്ടായിരിക്കുന്ന 2F-ന് പുറകിലാണ്. ബിയോണ്ട് 2F ആണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. ശരിക്കുള്ള ചിത്രം കാണിച്ചു തരട്ടെ. ചോദ്യം അത് തന്നെയാണ്, ചിത്രം കംപ്ലീറ്റ് ചെയ്യുക, അതിന്റെ പ്രോപ്പർട്ടീസ് എഴുതുക എന്നൊക്കെയാണ് ചോദ്യം കേട്ടോ. അപ്പൊ ഇമേജിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം. നോക്കട്ടെ, ഇതാണ് അതിന്റെ ശരിക്കുള്ള ചിത്രം. 2F-ന് പുറകിലായിരിക്കും, ലാർജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ റിയൽ ഇമേജ് ആയിരിക്കും. ഫൈൻ, അതിന്റെ ഫീച്ചേഴ്സ് കൂടി മനസ്സിലാക്കിക്കോ. 2F-ന് പുറകിൽ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ലാർജ് ആണ്, യഥാർത്ഥമാണ്, തലകീഴായതാണ്, വലുതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരും പഠിക്കണേ. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം ഓൾറെഡി നമ്മളിപ്പോൾ വർക്ക്ഔട്ട് ചെയ്തു. എന്താണ് ചോദ്യം? വേർ മസ്റ്റ് ബി ദ ഒബ്ജക്റ്റ് പ്ലേസ് ടു ഗെറ്റ് ദ റിയൽ ഇമേജ് ഓഫ് സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ്. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ള പ്രതിബിംബം ലഭിക്കണമെങ്കിൽ നമ്മൾ വസ്തു എവിടെയാണ് വെക്കേണ്ടത്? 2F-ൽ തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. ഒബ്ജക്ട് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് 2F. 2F-ലാണ് വസ്തു വെക്കണം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കേണ്ടതാണ്, മനസ്സിരുത്തി പഠിക്കേണ്ടതാണ്. ഫൈൻ, ക്ലിയർ അല്ലേ മക്കളെ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? മുന്നോട്ട് പോയാലോ? അടുത്ത ചോദ്യം. A lens which has always produced virtual image has a focal length of 25 cm. ഒരു ലെൻസ് എപ്പോഴും മിഥ്യാപ്രതിബിംബം മാത്രമാണ് ഉണ്ടാക്കുക. ഒരു ലെൻസ് എപ്പോഴും ഏതു തരം പ്രതിബിംബമാണ് മക്കളെ ഉണ്ടാക്കുന്നത്? മിഥ്യാപ്രതിബിംബം മാത്രമാണ് ഒരു ലെൻസ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഓൾവേസ് ഫോംസ് വെർച്വൽ ഇമേജ്. ഇറ്റ് ഓൾവേസ് ഫോംസ് വെർച്വൽ ഇമേജ്. എല്ലാവരും തിരിച്ചറിയുക, എപ്പോഴും മിഥ്യാപ്രതിബിംബം മാത്രം ഉണ്ടാക്കുന്ന ലെൻസ് ഏതാണ്? ഓൾവേസ് വെർച്വൽ ഇമേജ് മാത്രം ഉണ്ടാക്കുന്ന ലെൻസ് ഏതാണ്? എല്ലാവരും തിരിച്ചറിയണം. അത് ഏതു തരം ലെൻസ് ആണ്? അതാണ് നമ്മുടെ സ്വന്തം കോൺകേവ് ലെൻസ്, ശരിയല്ലേ? എപ്പോഴും വെർച്വൽ ഇമേജ്, ഓൾവേസ് വെർച്വൽ ഇമേജ് ഉണ്ടാക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞാൽ അത് കോൺകേവ് ലെൻസ് ആണ്. ഒരു തരി സംശയം നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. ഓൾവേസ് വെർച്വൽ ഇമേജ് ആണെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആണ്. സോ കോൺകേവ് ലെൻസിനെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ ഫോക്കൽ ലെങ്ത് നൽകിയിട്ടുണ്ട് 25 സെന്റിമീറ്റർ. അപ്പൊ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ് എന്ന കാര്യം തർക്കമില്ല, അത് കോൺകേവ് ലെൻസ് ആണ്. വാട്ട് ആർ ദ അതർ ഫീച്ചേഴ്സ് ഓഫ് ഇമേജ്? കോൺകേവ് ലെൻസിൽ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ്? കോൺകേവ് ലെൻസിൽ ഉണ്ടാവുന്ന പ്രതിബിംബത്തിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിന് ഇമേജ് ഫോർമേഷൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇമേജ് ഉറപ്പായും വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, സ്മോളർ ഇൻ സൈസ് ആയിരിക്കും. അറിയുന്ന കാര്യമല്ലേ? വെർച്വലും ഇറക്റ്റും ചെറിയ പ്രതിബിംബവും ആയിരിക്കും. ഇത് പഠിച്ചു വെക്കുക. ഇമേജ് ഫോർമേഷൻ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ലെൻസ്. ഈ ലെൻസിന്റെ പവർ കണ്ടുപിടിക്കുക. ഈ ലെൻസിന്റെ പവർ കണ്ടുപിടിക്കുക. ഫോക്കൽ ദൂരം നമുക്ക് നൽകിയിട്ടുണ്ട് 25 സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ദൂരം ഒരിക്കലും പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. സോ -25 സെന്റിമീറ്റർ. റൈറ്റ്. പവർ കണ്ടുപിടിക്കുമ്പോൾ ഫോക്കൽ ദൂരം സെന്റിമീറ്ററിലാവരുത്, അത് മീറ്ററിലായിരിക്കണം. സോ ഫോക്കൽ ലെങ്ത് ഈക്വൽ എന്ത് ചെയ്യുക? 100 കൊണ്ട് ഹരിക്കുക. -25/100 ഈക്വൽ ടു -0.25 മീറ്റർ. ഫോക്കൽ ദൂരം നമുക്ക് കിട്ടി, -0.25 മീറ്റർ ആണ്. അതും സെറ്റ് അല്ലേ? ഒരു തരി സംശയമില്ലാതെ എന്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്ത കാര്യം, പവർ കണ്ടുപിടിക്കാം. പവർ എന്ന് പറഞ്ഞാൽ 1 ഫോക്കൽ ദൂരമാണ്, ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ -0.25 ആണ്, വിച്ച് ഈസ് ഈക്വൽ എത്രയാണ്? -4 ഡയോപ്റ്റർ. പവർ എത്രയാണ് മക്കളെ?
-4 ഡയോപ്റ്റർ ആണ് നമ്മുടെ പവർ എന്ന് പറയുക. അപ്പൊ പവർ ഈസ് -4 ഡയോപ്റ്റർ. പഠിക്കേണ്ടതാണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ തിരിച്ചറിയേണ്ട ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. എല്ലാ ലെൻസിന്റെയും പവർ കണ്ടുപിടിക്കാൻ നിങ്ങൾ തിരിച്ചറിയണം. പവർ ഈക്വൽ ടു 1 ബൈ ഫോക്കൽ ലെങ്ത് ആണ്. പവർ കണ്ടുപിടിക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം, പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്ററിലായിരിക്കണം. അന്തസ്സായിട്ട് എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോടാ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. വാടാ മക്കളെ, കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ നിങ്ങൾ പഠിക്കണേ. ഒരു മാറ്റമില്ല. കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണം കൃത്യമായി പഠിക്കേണ്ടതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തന്നതുമാണ്. അടുത്തത് നെക്സ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ, അടുത്ത സാധ്യമായ ചോദ്യമാണ്, പരീക്ഷയിൽ വരാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കണം. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പോസിറ്റീവായിട്ട് നൽകുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ അതിന് മലയാളമൊക്കെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. മലയാളത്തിലുണ്ട്. മലയാളം ഒന്ന് നോക്കി വെച്ചോ. ഞാൻ അവിടെ ഇംഗ്ലീഷിൽ വായിച്ചു മലയാളത്തിൽ അർത്ഥം പറഞ്ഞു തരാം, പേടിയൊന്നും വേണ്ട കേട്ടോ. ഒരു ലെൻസിന്റെ ഫോക്കൽ ദൂരം 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇവിടെ പോസിറ്റീവിൽ നൽകിയാൽ പോലും നമ്മുടെ മനസ്സിൽ എന്താണ്, മേ ബി അത് നെഗറ്റീവ് ആവാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്, കഴിഞ്ഞ ചോദ്യം പോലെ എന്നായിരിക്കും മനസ്സിലുണ്ടാവും. അപ്പൊ എ പാർട്ട് വായിക്കാം. An object is placed at a distance of 30 centimeter away from the lens. Calculate how far is the screen should be placed to get the clear image. എത്ര അകലെ സ്ക്രീൻ വെക്കുമ്പോഴാണ് ഒരു ക്ലിയർ ഇമേജ് ആ സ്ക്രീനിൽ ലഭിക്കുക എന്നാണ് ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നൽകിയിട്ടുണ്ട്, 20 സെന്റിമീറ്റർ ആണ്. വസ്തു വെച്ചിരിക്കുന്നത് 30 സെന്റിമീറ്റർ അകലെയാണ്. എവിടെ സ്ക്രീൻ വെക്കുമ്പോഴാണ് ആ സ്ക്രീനിൽ ഒരു യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുക, ഒരു ക്ലിയർ ഇമേജ് ലഭിക്കുക? തിരിച്ചറിയുക. സ്ക്രീനിൽ ലഭിക്കുന്ന ഇമേജ് എങ്ങനെയുള്ള ഇമേജ് ആണ് മക്കളെ? ഒരു സ്ക്രീനിൽ ലഭിക്കുന്ന പ്രതിബിംബം എങ്ങനെയുള്ളതാണ്? അത് റിയൽ ഇമേജ് ആണ്, യഥാർത്ഥ പ്രതിബിംബമാണ്. ശരിയല്ലേ? യഥാർത്ഥ പ്രതിബിംബം മാത്രമേ സ്ക്രീനിൽ ലഭിക്കത്തുള്ളൂ. ഏത് ലെൻസാണ് റിയൽ ഇമേജ് ഉണ്ടാക്കുന്നത്? ഒരു തർക്കവും വേണ്ട, അത് ഉറപ്പായും കോൺവെക്സ് ലെൻസ് ആയിരിക്കും. കോൺവെക്സ് ലെൻസ് മാത്രമേ റിയൽ ഇമേജ് ഉണ്ടാക്കത്തുള്ളൂ, ഒരു തർക്കവുമില്ല. സോ കോൺവെക്സ് ലെൻസിന്റെ കാര്യമാണ് പറയുന്നത്. അതിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ ആണ്. ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫൈൻ, നോക്കിയാലോടാ, നോക്കാം. സോ ഗിവൺ ഡാറ്റ ഞാനൊന്ന് എടുത്തെഴുതുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചോ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു ഈക്വൽ ടു -30 സെന്റിമീറ്റർ. ശരിയല്ലേ? -30 സെന്റിമീറ്റർ ആണ്. ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ. എഫ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ ആണ്. കണ്ടുപിടിക്കേണ്ടത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. എല്ലാ കുട്ടികൾക്കും ഇത് വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരു ത്വര വരും. പക്ഷെ ഫോർമുലയിൽ അവസാനം ഇത് തന്നെയാണോ എന്നൊരു ടെൻഷനും വരും. സോ അത് തീർക്കാൻ അണ്ണൻ ഒരു വഴി പറഞ്ഞു തരാൻ നോക്കടാ. 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. റെഡി? ഇപ്പൊ 1/v ഈക്വൽ ടു നമുക്ക് എഴുതിയാലോ. 1/v ഈക്വൽ ടു എന്ത് വരും? 1/f പ്ലസ് 1/u എന്ന് വരും. സോ 1/v ഈക്വൽ ടു എന്ത് വരടാ? u പ്ലസ് എഫ് ഡിവൈഡഡ് ബൈ uf എന്ന് വരും. അപ്പോൾ v ഈക്വൽ ടു എന്ത് വരും? uf ഡിവൈഡഡ് ബൈ u പ്ലസ് എഫ് എന്ന് വരും. v നമുക്ക് കിട്ടി. ഇനി ഈ v കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിയുടെ ഇക്വേഷൻ ഇങ്ങനെ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ അറിയണം. അപ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ല, മനപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലെൻസസ് ഫോമിൽ അറിയാം. അത് വെച്ച് വിയോ യുओ എഫോ എന്ത് വേണേലും കണ്ടുപിടിക്കാം, പുഷ്പം പോലെ കണ്ടുപിടിക്കാം. സോ v ഈക്വൽ ടു uf ഡിവൈഡ് ബൈ u പ്ലസ് എഫ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v ഈക്വൽ ടു uf ഡിവൈഡഡ് ബൈ u പ്ലസ് എഫ് ആണ്. u എത്രയാണ്? -30 ആണ്. എഫ് എത്രയാണ്? 20 ആണ്. ഡിവൈഡഡ് ബൈ -30 പ്ലസ് 20. സോ v ഈക്വൽ എത്ര വരൂടാ? 3 × 2 6 ആണ്. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാം, 6. സോ -6 പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 600 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും? -10. 0 വെട്ടിക്കളഞ്ഞു. 600/10 എത്രയാണ്? 60 ആണ്. സോ 60 സെന്റിമീറ്റർ. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ എന്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായില്ലേ? 60 സെന്റിമീറ്റർ ആണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രതിബിംബത്തിലോട്ടുള്ള ദൂരം എത്രയാണ്? 60 സെന്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അവർ 1.2 സെന്റിമീറ്റർ നൽകിയിട്ടുണ്ട്. ഇമേജിന്റെ ഹൈറ്റ് എത്രയാണ് കണ്ടുപിടിക്കാം. വസ്തുവിന്റെ ഉയരം നൽകിയിട്ട് 1.2 സെന്റിമീറ്റർ, പ്രതിബിംബത്തിന്റെ ഉയരം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നിസ്സാരമാണ്. നമുക്ക് മാഗ്നിഫിക്കേഷൻ അറിയാം. മാഗ്നിഫിക്കേഷൻ ഫോർമുല എന്താണ്? v/u ആണ്. സോ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു v എത്രയാണ്? v എന്ന് പറഞ്ഞാൽ 60 ആണ്. u എത്രയാണ്? u എന്ന് പറഞ്ഞാൽ -30 ആണ്. സോ m ഈക്വൽ ടു -2 എന്ന് കിട്ടും. ശരിയല്ലേ? മാഗ്നിഫിക്കേഷൻ -2 ആണ്. ആവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രോപ്പർട്ടീസും വേണമെങ്കിൽ പറയാം. അണ്ണൻ ഒന്ന് പറഞ്ഞു വെക്കുവാണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ഇമേജ് ആണ്. ശരിയല്ലേ? ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ അത് യഥാർത്ഥ പ്രതിബിംബമാണ്, തർക്കമില്ല, യഥാർത്ഥ പ്രതിബിംബമാണ്. അടുത്ത്, റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആണ്, തലകീഴായിട്ടുള്ളതായിരിക്കും. മാഗ്നിഫിക്കേഷന്റെ മോഡുലസ് വാല്യൂ എടുത്തു എന്ന് വിചാരിക്കാം. മോഡുലസ് ഓഫ് മാഗ്നിഫിക്കേഷൻ മോഡുലസ് ഓഫ് -2 വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 1 വലുതല്ലേ? യെസ്. സോ ഇതൊരു ലാർജ് ഇമേജ് ആയിരിക്കും, വലുതായിരിക്കും പ്രതിബിംബം. ഇതൊക്കെ പറയാൻ സാധിക്കണം ട്ടാ. ഈ ചോദ്യത്തിൽ ചോദിച്ചില്ലെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാടാ മക്കളെ, നിങ്ങൾ പഠിച്ചിരിക്കണം. റൈറ്റ്?
ഇനി ഇവിടെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. മാഗ്നിഫിക്കേഷൻ -2 ആണ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? അവർ പറയുന്നു 1.2 സെന്റിമീറ്റർ ആണ്. സോ -2 ഇൻറ്റു 1.2 ദാറ്റ് ഈസ് ഈക്വൽ ടു -2.4 സെന്റിമീറ്റർ. എന്തുകൊണ്ടാണ് ആ മൈനസ് വന്നിരിക്കുന്നത്? അതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആയതുകൊണ്ടാണ്, അതൊരു തലകീഴായിട്ടുള്ള പ്രതിബിംബം ആയതുകൊണ്ടാണ് മൈനസ് വന്നിരിക്കുന്നത്. -2.4 സെന്റിമീറ്റർ ഈസ് അവർ റൈറ്റ് ആൻസർ. -2.4 സെന്റിമീറ്റർ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പഠിക്കേണ്ടതാണ്. വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അടുത്തതിലൂടെ പറഞ്ഞാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എവിടാ? ഇത് അതിന്റെ മലയാളമാണ്. ഞാൻ മലയാളം ഒന്ന് അടുത്ത് വയ്ക്കാം. മലയാളത്തിൽ ഈ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല കേട്ടോ തങ്കക്കുടങ്ങളെ. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫോക്കസ് ദൂരമൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. മലയാളത്തിൽ ഒന്ന് ചോദ്യം വായിച്ചു വെച്ചോട്ടാ നിങ്ങൾ. ഓക്കെ, മലയാളം മീഡിയം അനിയന്മാരും അനിയത്തിമാരും. അടുത്ത കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. വലിയ ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു 100 തവണ ഞാൻ ഈ കാര്യം വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ സ്ട്രക്ചർ ഇതാണ്. അതുപോലെ തന്നെ അവിടെ 2 ലെൻസുകളുണ്ട്. ഒന്നാമത്തെ ഐ പീസും ഒബ്ജക്റ്റീവ് ലെൻസും. കണ്ണിനടുത്ത് നിൽക്കുന്ന ലെൻസിനെ ഐ പീസ് എന്നും വസ്തുവിനടുത്ത് നിൽക്കുന്ന ലെൻസിനെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്നുമാണ് പറയുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നോക്കണം, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ലെൻസ്. ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവിന്റെ ലെൻസിനേക്കാളും കൂടുതലായിരിക്കും. ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവിന്റെ ഫോക്കസ് ദൂരത്തിനേക്കാളും കൂടുതലായിരിക്കും. ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവിന്റെതിനേക്കാളും കൂടുതലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി ഇമേജ് ഫോർമേഷനിലൂടെ നടക്കുന്നു. ബേസിക്സ് ഒന്നുമില്ല, നേരിട്ട് തന്നെ പറയുവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ, നേരിട്ട് തന്നെ പറയുവാണ്. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഒബ്ജക്റ്റ് വെക്കുക. ഈ ലെൻസിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുക. ഈ ലെൻസിനെ വിളിക്കുന്ന പേരാണ് ഐ പീസ് എന്ന് പറയുക. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസും ഇതിവിടെ 2 സൈഡും കാണിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ 2F ഇതാ ഇവിടെ 2 സൈഡും കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ 2FO എന്ന് കൊടുക്കാൻ കാരണം ഒബ്ജക്റ്റീവ് ആയതുകൊണ്ടാണ്. സിമിലർ വേ ഐ പീസിന്റെ ഫോക്കസ് ഇവിടെ 2 സൈഡും കാണിച്ചിട്ടുണ്ട്. ലളിതമായ കാര്യമാണ്. നമുക്കറിയാം എഫിനും 2Fനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഉണ്ടാവുന്നത് 2Fന് പുറകിലാണ്. ഒബ്ജക്റ്റീവിന് 2Fന് പുറകിൽ ഇമേജ് ഉണ്ടായി. ഈ ഇമേജ് എന്ന് പറയുന്നത് ഈ ഐ പീസ് ലെൻസിന് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഈ ഇമേജ് എന്ന് പറയുന്ന ഐ പീസ് ലെൻസിന് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ഇപ്പോൾ ഒബ്ജക്റ്റ് ഇരിപ്പുള്ളത് എവിടെയാണ്? ഫോക്കസിനും ഒപ്റ്റിക് സെന്ററും ഇടയിലാണ്. സോ ഐ പീസിന്റെ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററും ഇടയിലാണ് ഈവൻ കിടപ്പുള്ളത്. ശരിയല്ലേ? സോ ഇപ്പോൾ ഒബ്ജക്റ്റ് കിടപ്പുള്ളത്, ഐ പീസിന്റെ ഒബ്ജക്റ്റ് കിടപ്പുള്ളത് ഐ പീസിന്റെ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററും ഇടയിലാണ്. ഫോക്കസിനും ഒപ്റ്റിക് സെന്ററും ഇടയിലാണ് ഒബ്ജക്റ്റ് കിടപ്പുള്ളെങ്കിൽ അതിന്റെ ഫൈനൽ ഇമേജ് എങ്ങനെയാണ് ഉണ്ടാവുക? ഫൈനൽ ഇമേജ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചോടാ. ദാ അവൻ ഒന്നാമത്തെ റേ പോകുന്നു, അത് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്നു. രണ്ടും ഡൈവേർജിങ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് രണ്ടും ഒരു പോയിന്റ് നിന്ന് വരുന്ന പോലെ തോന്നുന്നു. അവിടെയാണ് ഫൈനൽ ഇമേജ് ഉണ്ടാവുക. ദിസ് ഈസ് ദ ഫൈനൽ ഇമേജ്. ഒന്ന് പഠിച്ചു വെക്കുന്നതല്ലാണ്. ഞാൻ പല ലൈവുകളിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ആ ലൈവ് നോക്കി, ബേസിക്സ് വേണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് ലൈവ് നോക്കിയാൽ ഏറ്റവും ബേസിക്സോടെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. സോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് പഠിക്കുക. വളരെ ബേസിക് ആണ്. ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഉണ്ടാവുന്നത് ഇതുപോലൊരു ഇമേജ് ആണ്. പാരലി വരുന്നു, ഫോക്കസിലൂടെ കടന്നു പോകുന്നു, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്നു. രണ്ടും ഡൈവേർജിങ് ആണ്. ഇവിടെ നോക്കുമ്പോൾ രണ്ടും ഒരു കോമൺ പോയിന്റ് എന്ന് വരുന്ന പോലെ തോന്നും. അവിടെയാണ് ഫൈനൽ ഇമേജ് ഉണ്ടാവുക. വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ വളരെ പ്രധാനപ്പെട്ട. അടുത്തതിലൂടെ വന്നാലോ. നെക്സ്റ്റ് വൺ, വിഷൻ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ. 2 ചോദ്യങ്ങൾ. പ്രിസവും റെയിൻബോ. അതിനപ്പുറം മറ്റൊന്നും ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിസവും റെയിൻബോവും ഡിസ്പേർഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. A-B കളേഴ്സ്. ഒരു സംശയവും വേണ്ട. ഇവിടെ നടക്കുന്ന ഫിനോമിന ഏതാണ്? ഒരു തർക്കവുമില്ല, ഫിനോമിന ഡിസ്പേർഷൻ ആണ്. പ്രകാശ പ്രകീർണനമാണ്. തർക്കമില്ലാലോ. പ്രകാശ പ്രകീർണനം. മലയാളത്തിൽ A എന്താണ്, B എന്താണ്? മുകളിൽ ഉണ്ടാവുന്ന കളർ റെഡ് ആണ്, താഴെ ഉണ്ടാവുന്ന കളർ വയലറ്റ് ആണ്. അതും നിങ്ങൾക്ക് തർക്കം ഉണ്ടാവില്ല. മുകളിൽ റെഡും താഴെ വയലറ്റും. എയും ബിയും ആയി. അടുത്തത്, ഗ്രീൻ കളർ കടത്തിവിട്ടാൽ ഉണ്ടാവുന്ന കളർ ഏതാണ്? ഗ്രീൻ ആണ്. വൈറ്റ് കളർ കടത്തിവിടുമ്പോൾ മാത്രമേ, സൺലൈറ്റ് കടത്തിവിടുമ്പോൾ മാത്രമേ, കോമ്പോസിറ്റ് ലൈറ്റ് അഥവാ സമന്വത പ്രകാശം കടത്തിവിടുമ്പോൾ മാത്രമേ ഇതുപോലെ വ്യത്യസ്തമായ നിറങ്ങളായിട്ട് മാറത്തുള്ളൂ. കോൺസ്റ്റുവന്റ് കളേഴ്സ് ആയി സ്പ്ലിറ്റ് ആവണമെങ്കിൽ അവിടെ കടത്തിവിടുന്നത് ഏതായിരിക്കണം? സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് ആയിരിക്കണം. അത് നിങ്ങൾ തിരിച്ചറിയണം. അല്ലാത്ത കളറുകളൊക്കെ ആണെങ്കിൽ ഗ്രീനേ ഉണ്ടാവത്തുള്ളൂ. ഗ്രീൻ കടത്തിവിട്ടാൽ ഗ്രീൻ ഉണ്ടാവത്തുള്ളൂ. ഫൈൻ. അടുത്ത്, ഏത് കളറാണ് കൂടുതൽ വ്യതിചലിക്കുക? കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന വയലറ്റ് ആണ്. കാരണം വയലറ്റിന് വേവ് ലെങ്ത്, തരംഗദൈർഘ്യം കുറവാണ്. വേവ് ലെങ്ത് കുറഞ്ഞത് കൊണ്ടാണ് അത് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്. വേവ് ലെങ്ത് കുറഞ്ഞാൽ അതിന്റെ ഡീവിയേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. അടുത്ത, ഏതിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്? ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ് മക്കളെ? റെഡ്. റെഡിനാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം ഉള്ളത്. എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ നിറങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഡീവിയേറ്റ് ചെയ്യുന്നത്? ഓരോ നിറത്തിന്റെയും വ്യതിയാനം വ്യത്യസ്തമാവാനുള്ള കാരണം എന്താണ്? അവയുടെ വേവ് ലെങ്ത് ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. തരംഗദൈർഘ്യം വ്യത്യസ്തമായതുകൊണ്ടാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. അടുത്ത, റെയിൻബോ ഓറിയന്റഡ് ആയ ചോദ്യം. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഈ ചിത്രം പൂർത്തീകരിക്കാൻ എന്തായാലും അവർ പറയും.
ഫിഗർ റീഡ്രോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. എക്സ് ആൻഡ് വൈ ഉണ്ട്. എക്സ് ആൻഡ് വൈ എന്താന്ന് ചോദിക്കും. എല്ലാവർക്കും അറിയുന്നതാണ്. ചിത്രം ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ ചിത്രം പൂർത്തീകരിക്കാൻ നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ നടക്കുന്ന പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് നടക്കുന്നത് ഡിസ്പോഷൻ ആണ്, പ്രകാശ പ്രകീർണനമാണ്. രണ്ടാമത് ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, ആന്തര പ്രതിപതനമാണ്. മൂന്നാമത് നടക്കുന്നത് റിഫ്രാക്ഷൻ ആണ്, അപവർത്തനമാണ്. ഈ 3 പ്രതിഭാസങ്ങളാണ് ഒരു മഴത്തുള്ളിയിൽ നടക്കുന്നത്. പുറത്തു വരുന്ന കളറുകളിൽ മുകളിലുള്ളത് വയലറ്റും താഴെയുള്ളത് റെഡുമാണ്. ഓക്കെ, ഇത് പ്രൈമറി റെയിൻബോ ആണ്. സോ മുകളിൽ വയലറ്റും താഴെ റെഡും ആയിരിക്കും. പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തത്, എയറോപ്ലെയിനിൽ നോക്കുമ്പോൾ റെയിൻബോ ഏത് ഷേപ്പിലാണ് കാണാൻ പറ്റുക? സർക്കിൾ ഷേപ്പിലാണ്, വൃത്താകൃതിയിലാണ് കാണാൻ പറ്റുക. വട്ടത്തിലാണ്, വൃത്താകൃതിയിലാണ് എയറോപ്ലെയിൻ നോക്കുമ്പോൾ നമുക്ക് റെയിൻബോ കാണാൻ പറ്റുക. മറ്റൊരു ചോദ്യം ചോദിക്കാറുള്ളത്, ഇപ്പോ സൂര്യൻ ഇവിടെയാണ്, റെയിൻബോ എവിടെ? സൂര്യന്റെ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റെയിൻബോ ഉണ്ടാവുക കേട്ടോ. സൂര്യൻ ഈസ്റ്റ് ആണെങ്കിൽ റെയിൻബോ വെസ്റ്റ് ആയിരിക്കും. സൂര്യൻ വെസ്റ്റ് ആണെങ്കിൽ റെയിൻബോ ഈസ്റ്റ് ആയിരിക്കും. ലൈക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. കൃത്യമായി മനസ്സിലാക്കുക. പരീക്ഷകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മാത്രമല്ല, ഒട്ടേറെ ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം നിങ്ങളെ പഠിപ്പിക്കും. ഏറ്റവും മികച്ച മാർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഉറപ്പുവരുത്തും. ഒരു ടെൻഷനും വേണ്ട, ഗംഭീരമായിട്ട് പഠിക്കുക. എന്റെ അനിയന്മാരെ അനിയത്തിമാരെ കൂടെയുണ്ട്. ഹാപ്പി ആയിരിക്കുക, കോൺഫിഡന്റ് ആയിരിക്കുക. സോ ഗൈസ്, ലവ് യു ആൾ, ടേക്ക് കെയർ. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി താഴെ ഉറപ്പായും കമന്റ് ചെയ്യുക. ഫിസിക്സ് പരീക്ഷ നമ്മൾ തൂക്കുമെന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കും. അത് മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. ഹാപ്പി ആയിരിക്കുക, കോൺഫിഡന്റ് ആയിരിക്കുക. അണ്ണൻ കൂടെയുണ്ട്. സോ ഗൈസ്, കാണാം.